ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്, പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ PSCയുടെ കലണ്ടർ പ്രകാരം ജൂലൈ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെയാണ് LD ക്ലർക്ക് മെയിൻ എക്സാമിനേഷൻ, LD ക്ലർക്ക് 2024 മെയിൻ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. എക്സാമിനോട് അടുക്കുകയാണ് നമ്മൾ. ഇതിപ്പോൾ ഏപ്രിൽ മാസമായി, ഇനിയിപ്പോൾ നമുക്ക് ഏതാണ്ട് 100 ദിവസമൊക്കെയാണ് എക്സാമിന് വേണ്ടിയിട്ട് കിട്ടുക. ഈ അവസാന ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ ഇനി പഠിച്ചു തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങിയാലും ഏതൊക്കെ ടോപ്പിക്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലവൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, 2024 PSCയുടെ ട്രെൻഡ് എന്താണ് എന്നുള്ള വസ്തുതകൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം PSCക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡ് ഉണ്ട്. ആ സെയിം ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ 2021 എക്സാമ്പിൾ പറയാണ്, കേരള നവോത്ഥാനത്തിലെ PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒന്നായിരുന്നു അക്കാമ ചെറിയാൻ, ആനന്ദ തീർത്ഥൻ തുടങ്ങിയവരൊക്കെ. അപ്പോൾ PSC ഇപ്പോൾ ചോദിക്കുന്ന നവോത്ഥാന നായകന്മാർ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് വേണം, ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സബ്ജക്റ്റും അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് വാരി വെച്ച് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, സെലക്റ്റീവായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുകയാണ് ഉന്നതമായിട്ടുള്ള മികച്ചൊരു റാങ്കിലെത്താൻ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ സെലക്റ്റീവായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. ഇതാണ് LD ക്ലർക്ക് മുഖ്യ പരീക്ഷയുടെ സിലബസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സിലബസ് ഫോക്കസ് ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് PYQ സീരീസ് എന്ന് പറഞ്ഞിട്ട് PSC റീസെൻ്റ് ആയിട്ട് എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലാണ് ഏതാണ് PSC ചോദിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അതിൻ്റെ ബേസിസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട്. നിങ്ങളുടെ പഠനത്തിൽ അത് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചരിത്രമാണ്. അപ്പോൾ കേരള ഹിസ്റ്ററി PYQ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ചിലർ ചോദിച്ചതാണ് നവോത്ഥാനത്തിൻ്റെ PYQ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് നവോത്ഥാനം. അപ്പോൾ അതിനകത്ത് തന്നെ കേരള ഹിസ്റ്ററിയുടെ PYQയിൽ തന്നെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, 5 മാർക്കിനെ നമുക്ക് പഠിക്കാനുള്ളത് കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. അപ്പോൾ 5 മാർക്കിന് വേണ്ടി നമ്മൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഇതെല്ലാം പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. ഇപ്പോൾ PSC ഇപ്പോൾ ഫോളോ ചെയ്യുന്നൊരു ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചോദിക്കാൻ പറ്റുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ. അപ്പോൾ കൂടുതൽ കണ്ടൻറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ച് കണ്ടേക്കുന്നത്. എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും കുറേ ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്താൽ വേണ്ടിയിട്ട് ഹിസ്റ്ററിയിൽ കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് വന്നേക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള ഹിസ്റ്ററി നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ്. അതിൽ തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പോർഷനാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ മാർത്താണ്ഡവർമ്മ വളരെയധികം റിലവൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു പോർഷനാണ് ഗൗരി പാർവതി ബായ്, വിദ്യാഭ്യാസം സൗജന്യമാക്കിയതായിരുന്നുള്ളത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്വാതി തിരുനാൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചിത്തിര തിരുനാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിൽ തന്നെ നവോത്ഥാനത്തിൽ റീസെൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ SNDP വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോട്ട്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. SNDP ഇത്രയും വളരെയധികം റിലവൻ്റ് ആണ്. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ഇവരുടെയൊക്കെ
ഇവരുടെയൊക്കെ കൃതികളും ഇവർ ജനിച്ച വർഷവും ജനിച്ച സ്ഥലവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നവോത്ഥാനത്തിൽ നിന്ന് PSC ഇപ്പോൾ ചോദിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ അവർ ജനിച്ച ഓർഡറിൽ എഴുതാനൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ജനിച്ച വർഷത്തെക്കുറിച്ച് ഏകദേശമുള്ളൊരു ധാരണ നമുക്ക് വേണം. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളായാലും വൈകുണ്ഠ സ്വാമികളായാലും ജനിച്ച വർഷം അടക്കമുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. 2023 ചട്ടമ്പി സ്വാമികൾ ജനിച്ചിട്ട് 200 വർഷം എത്തിയിരിക്കുകയാണ്. 1853 ചട്ടമ്പി സ്വാമികൾ ജനിച്ചിരിക്കുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കിയുള്ള ഫാക്ട്സ് ഒക്കെ PSC ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് ജനിച്ച വർഷം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ജനിച്ച വർഷം ജനിച്ച സ്ഥലം ഓരോ നവോത്ഥാന നായകന്മാരുടെയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളിയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ റീസെൻ്റ് ആയിട്ട് സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെക്കുറിച്ചും വക്കം അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ കുറിച്ച് റീസെൻ്റ് ആയിട്ട് എക്സാമുകളിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത് ഒരിക്കലും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം ആ പത്രത്തിൻ്റെ എഡിറ്ററാണ്. ആദ്യത്തെ എഡിറ്റർ അല്ല സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, പിന്നീടാണ് ഈ ഒരു പത്രത്തിൻ്റെ എഡിറ്റർ ആവുന്നത്. ഇങ്ങനെയുള്ള ഫാക്ട്സ് ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. റിലവൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും എടുത്തെടുത്ത് പറയുന്നത്. അതുപോലെ സഹോദരൻ അയ്യപ്പൻ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നവോത്ഥാന നായകന്മാർ റീസെൻ്റ്ലി PSC ചോദിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓരോ ആൾക്കാരും നയിച്ച യാത്രയുണ്ട്. വില്ലുവണ്ടി യാത്ര, യാചനാ യാത്ര, പട്ടിണി ജാഥ, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇത് ഏതാണ് വർഷം? 2024. സോ 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഈ ഒരു ഇൻസിഡൻറ്റിനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹം, മാപ്പിള കലാപങ്ങൾ ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം, KB കേശവ മേനോൻ, അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ഇപ്പോൾ ചോദിക്കുന്ന ഒരു പോർഷനാണ്. 1928 പയ്യന്നൂരിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? അത് റിപ്പീറ്റഡ്ലി ആ ഒരു ഭാഗം PSC ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1947 K കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഐക്യ കേരള കൺവെൻഷൻ, 1949 തിരുക്കൊച്ചി രൂപീകരണം, പിന്നീട് 1956 കേരള സംസ്ഥാന രൂപീകരണം. സോ ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള എസ്പെഷ്യലി ഈ പയ്യന്നൂർ സമ്മേളനവും തൃശ്ശൂർ നടന്നിട്ടുള്ള സമ്മേളനമൊക്കെ റിപ്പീറ്റഡ്ലി എക്സാംസിന് ചോദിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി ഇന്ത്യൻ ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1857 വിപ്ലവമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 1857 വിപ്ലവത്തിലെ ഓരോ സ്ഥലത്തും ആരാണ് നയിച്ചത് എന്നുള്ളത്. അപ്പോൾ റിപ്പീറ്റഡ്ലി പഠിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും തെറ്റിക്കാറുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മറന്നു പോവാണ്. ഓരോ സ്ഥലത്തും ഏത് നേതാക്കളാണ് നയിച്ചതെന്നുള്ളത് മറന്നു പോവാണ്. സോ ചെറിയ ചെറിയ കണക്ഷൻസ് വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഡൽഹിയിൽ ആരാണ് നയിച്ചത്, ബീഹാറിൽ ആരാണ്, കൻവർ സിംഗ് ഏത് പ്രദേശത്താണ് നയിച്ചത്, ഝാൻസി റാണി എവിടെയാണ് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തെറ്റിപ്പോകുന്നവരാണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊരു ഏരിയയാണ്. ഇനി INC സമ്മേളനങ്ങളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സമ്മേളനങ്ങളുണ്ട് അല്ലേ. INCയുടെ ഫോർമേഷൻ 1885, 1907 സൂറത്ത് സ്പ്ലിറ്റ്, സൂറത്ത് സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. 1929 ലാഹോർ സമ്മേളനം, പൂർണ്ണ സ്വരാജ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. PSC റിപ്പീറ്റഡ്ലി അതിൻ്റെ അധ്യക്ഷൻ ആരാണ്, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ആരാണ്, അങ്ങനെയുള്ള ഫാക്ട്സ് 1929 കോൺഗ്രസിൻ്റെ സമ്മേളനം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന മേഖലയാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ INC ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വർത്തമാന പത്രങ്ങൾ. ഇപ്പോൾ വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത് SCERTയിൽ വളരെ ക്ലിയർ ആയിട്ടൊരു ടേബിൾ ഉണ്ട്, ഒരൊറ്റ ടേബിൾ ഉണ്ട്. അത് പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് എലിമിനേഷനൊക്കെ യൂസ് ചെയ്തിട്ട് എക്സാംസ് LD ക്ലർക്ക് എക്സാംസിനെ അറ്റൻഡ് ചെയ്യാൻ അത് ഉപകരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. 1915 അല്ലേ മഹാത്മാഗാന്ധി തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമരം ഏതാണ്, ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്, അതുപോലെ തന്നെ ഇന്ത്യ ഒരു നാഷണൽ ലെവലിൽ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയാണ് സമരങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, എല്ലാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന.
ഫസൽ അലി കമ്മീഷൻ 1953 സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആരൊക്കെയുണ്ട്, ഏതാണ് അതിലുണ്ടായിരുന്ന മലയാളി എന്നുള്ള ഫാക്റ്റ് അടക്കം 1956 നമുക്കറിയാം കേരള സംസ്ഥാനമൊക്കെ രൂപീകരിക്കുന്നത് ഈ പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ആദ്യം ഫോം ചെയ്തിട്ടുള്ള സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രയാണ്. അങ്ങനെയുള്ള ഫാക്ട്സ് ഒക്കെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഇനി ലോക ചരിത്രത്തിലോട്ട് വരുമ്പോൾ ലോക ചരിത്രത്തിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററിയിൽ നിന്ന് പൊതുവെ ചോദിക്കുന്നത് ഒരുപാട് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ക്വസ്റ്റ്യനിലെ മാക്സിമം ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ചോദ്യകർത്താവ് ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് 5 മാർക്കേ ഉള്ളൂ, പക്ഷേ 5 മാർക്കിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യകർത്താവിൻ്റെ ഒരു ട്രെൻഡായിട്ട് കണ്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഓരോ ഇൻസിഡൻ്റ് ഉണ്ടല്ലേ, അപ്പോൾ ഓരോ ഇൻസിഡൻറ്റും ഏത് റെവല്യൂഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിനെ കാലഗണന ക്രമത്തിൽ എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട്. സോ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്നതാണ് ഓരോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയും കറൻ്റ്ലി ആരാണ് ഹെഡ് എന്നുള്ളത്. ചെയർമാൻ ആകാം, സെക്രട്ടറി ജനറൽ ആകാം, ആരാണോ പ്രസിഡൻ്റ് ആയിരിക്കാം, ആരാണെന്ന് വ്യക്തികൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാപിച്ച വർഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പഠിക്കാൻ പറ്റിയ നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സും നിലവിൽ ആരാണ് അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോക ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓരോരോ ടോപ്പിക്കും നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന ഒരു പോർഷനാണ് കേരളവും ഭരണ സംവിധാനങ്ങളും അതുപോലെ സുപ്രധാന നിയമങ്ങളും പഠിച്ചിട്ട് ശരിയാവുന്നില്ല, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കേരളം ഭരണ സംവിധാനം പഠിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് പലർക്കും മനസ്സിലായിട്ടില്ല, എങ്ങനെയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പഠിക്കുന്നത്, എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ലയെന്ന് ഇപ്പോഴും പേഴ്സണലി എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾ അടക്കം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ പഠിക്കാൻ നമുക്ക് സിലബസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിവിധ കമ്മീഷനുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുതിയൊരാളാണെങ്കിൽ ഏതൊക്കെയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷനുകൾ എന്നറിയില്ല. കമ്മീഷൻ ഏതാണെന്ന് അറിഞ്ഞാലാണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം, ഏതൊക്കെ കമ്മീഷനാണെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റാങ്ക് ഫയൽ ഉപകരിക്കും എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കേരള ഫിനാൻസ് കമ്മീഷൻ, കേരള പ്ലാനിംഗ് കമ്മീഷൻ, ഇങ്ങനെ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തിട്ട് വെബ്സൈറ്റിൽ നിന്ന് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്നുള്ളത് 2024 ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിട്ട് അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ 2024 ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ 10th ലെവൽ മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം. അതിനിടയിൽ എക്സ്ട്രീംലി സോറി, എൻ്റെ വെബ് ക്യാമിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അതുകൊണ്ടാണ് വെബ് ക്യാം കാണാനായിട്ട് പറ്റാത്തത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സൗണ്ട് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എക്സ്ട്രീംലി സോറി. മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് ഓക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യുമായിരുന്നുള്ളൂ, പക്ഷേ ഇത് ടോപ്പിക്സ് അത്രയധികം റിലവൻ്റ് ആയതുകൊണ്ട് കൊണ്ടാണ് ഇങ്ങനെയൊരു ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. സോ സോറി, നമ്മൾ വീഡിയോ എന്തായാലും കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം, ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ് സോഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അത് നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ഫയലിന് ഒരു കണ്ടൻറ്റ് എടുക്കുക. ഇപ്പോൾ നമുക്ക് കമ്മീഷൻസ് അറിയാത്തവരാണെങ്കിൽ റാങ്ക് ഫയൽ ആ ടോപ്പിക് എടുത്തിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. സോ ജസ്റ്റ് കേരള ഫിനാൻസ് കമ്മീഷൻ, അപ്പോൾ ഞാൻ മുന്നേ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് എനിക്കിവിടെ സജഷനിൽ വന്നിട്ടുണ്ട്. കേരള ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് അടിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾ ഈ സൈറ്റിൽ നോക്ക്, ഹിസ്റ്ററിയാണ് ഇവിടെ ആദ്യം കൊടുത്തേക്കുന്നത്. ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർ ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 243I and Y. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. അപ്പം മുന്നേ ഈ ഫിനാൻസ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻസ് കമ്മീഷൻ നമുക്ക്
സിക്സ്ത് ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നത്തെ അഞ്ചാമത്തെ നാലാമത്തെ ആകെ കുറച്ചേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിലത്തെ ചെയർമാൻമാർ ആരാന്നുള്ളത് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് സൈറ്റ് നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് പറ്റും. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷണറാണ് ശ്രീ PM എബ്രഹാം. അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ ആകെ 6 പേരുടെ പേര് പഠിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ഈ ഒരു പോർഷൻ ചെയർമാൻമാരുടെ പേര് PSC ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏത് കമ്മീഷനായാലും ഇതുപോലെ അടിച്ചാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ കേരള പ്ലാനിംഗ് കമ്മീഷനാണെന്ന് വിചാരിക്കുക, കേരള പ്ലാനിംഗ് ബോർഡ്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിതും കൂടെ നോക്കാം. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആണെങ്കിൽ ആരൊക്കെയാണ് നിലവിൽ, ഇവരുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. ഞങ്ങളെക്കുറിച്ച് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചരിത്രം കാണാനായിട്ട് പറ്റും. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നാണ് ഫോം ചെയ്യുന്നത്? 1967ലാണ് മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാട് ചെയർപേഴ്സണായ സംസ്ഥാന ആസൂത്രണ ബോർഡ് സെപ്റ്റംബറിൽ 1967ലാണ് ആദ്യം രൂപീകരിച്ചത്. ഓക്കെ, ഇവിടെ ഈ പ്ലാൻ സ്പേസ് ഒക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്ലാൻ സ്പേസ് കേരള പ്ലാനിംഗ് ബോർഡിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പുരോഗതി വിലയിരുത്തുന്നതിനുള്ള വെബ് അധിഷ്ഠിത സംയോജിത വിവര സംവിധാനത്തിൻ്റെ പേരെന്ത്? പ്ലാൻ സ്പേസ് എന്നാണ് പേര്. ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പഠിക്കുകയാണ് കേരള അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് സിലബസിലോട്ട് വരാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ തന്നിട്ടുള്ള ഓരോന്നും ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളിതുപോലെ നെറ്റിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. തണ്ണീർത്തട സംരക്ഷണം, ഇനി തൊഴിൽ പദ്ധതികൾ, ഇങ്ങനത്തെയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീംസ് ഉണ്ട്. സ്കീംസൊക്കെ റീസെൻ്റ്ലി എക്സാമുകൾക്ക് വളരെയധികം ചോദിക്കുന്നൊരു മേഖലയാണ്. കേരളം ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സ്കീംസ് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ ഹരിത കേരള മിഷൻ, ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, കേരള ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം എന്നുള്ള സ്കീംസാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. കേരള ഗവൺമെൻറ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കുമായിട്ട് അവരുടെ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് സ്കീംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. ഇനി സുപ്രധാന നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ട്രെൻഡിങ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മെയിനായിട്ട് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കുറച്ച് ടോപ്പിക്സ് ചെയ്തത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതിലൂടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്കതിന് മുന്നേ നമുക്ക് എക്സാമിനോട് ഓൾറെഡി അടുക്കുകയാണ്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ട്രെൻഡിങ് ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ആ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സുപ്രധാന നിയമങ്ങളിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ വിവരാവകാശ നിയമം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതിൽ തന്നെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വരുമ്പോൾ സിലബസിൽ വളരെയധികം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോർഷൻസ് ആണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് എന്നുള്ളത് പഠിക്കണമെന്ന്. സിലബസിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സെക്ഷൻ ഏതാണ്, ഏതൊക്കെ വിവരമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടതുണ്ട്. 8ാമത്തെ സെക്ഷനാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ സുപ്രധാന നിയമങ്ങൾ PYQ സീരീസ് ചെയ്തപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ കമ്മീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൺസ്യൂമർ റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം. നമുക്കറിയാം 2019 ഭേദഗതി ചെയ്തത് അതുകൊണ്ട് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടും എന്നാണ് ഉപഭോക്തൃ കമ്മീഷൻ അല്ലെങ്കിൽ ഉപഭോക്തൃ നിയമം 1986 പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് അമെൻഡ് ചെയ്യുന്നത് 2019 നിലവിൽ വരുന്നത് 2020 ജൂലൈയിലാണ് അല്ലേ. സോ അത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ആ ഫാക്റ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ റൈറ്റ്സിൻ്റെ ആക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു പോർഷൻ കുറച്ചധികം ഈ ആക്ട്സ് വരുന്നത് അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, SC ST അവരുടെ മൈനോറിറ്റീസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കുറിച്ച് പറയുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്, മനുഷ്യാവകാശ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും നിലവിലെ ചെയർമാൻ ആര്, അതിനോട് ബന്ധപ്പെട്ട നിയമം നിലവിൽ വന്ന വർഷമൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇവിടെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ. നമുക്ക് 2007 മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ അത് പഠിച്ചു
കഴിഞ്ഞാൽ അവിടുന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് വുമൺ. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ. അതിൽ തന്നെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ. അപ്പോൾ നമ്മൾ കേരള അഡ്മിനിസ്ട്രേഷൻ നോക്കിയപ്പോൾ അവിടെ നമുക്ക് കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിലബസിൻ്റെ പല ഭാഗത്തും സെയിം ടോപ്പിക്സ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ അങ്ങനെയുള്ള അർത്ഥത്തിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? പലപ്പോഴും സുഗതകുമാരി, ബാലാമണി അമ്മ ഇങ്ങനെയുള്ള പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാറുണ്ട്. ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുഗതകുമാരിയാണ് അല്ലേ. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർ നിയമം വന്ന വർഷം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് കമ്മീഷനാണ് ഇവിടെ കുറച്ചും കൂടി റിലവൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം, ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പോക്സോയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ്. നമ്മൾ എക്സാം പേപ്പർ പരിശോധിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നതാണ് പോക്സോ നിയമത്തെക്കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സുപ്രധാന നിയമങ്ങളിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് എക്കണോമിക്സിലോട്ട് വരാം. എക്കണോമിക്സ് 5 മാർക്ക്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നതാണ്, എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ നമുക്ക് GK അല്ലാത്ത പോർഷൻസ് ഉണ്ടല്ലോ, ഇംഗ്ലീഷും മലയാളവും മാത്സും. ഇത്രയും പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പോർഷൻ പഞ്ചവത്സര പദ്ധതികൾ. ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമുണ്ടല്ലോ, അതിൻ്റെ കാലഘട്ടവും അതിൻ്റെ ലക്ഷ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ 1ാം പഞ്ചവത്സര പദ്ധതി ആരുടെ മോഡലാണ്? ഹെറോൾഡ് ഡോമർ മോഡൽ. 2ാമത്തെ മെഹലനോബിസ്. അതൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഇനി പ്ലാനിംഗ് കമ്മീഷൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്. സത്യം പറയുകയാണെങ്കിൽ എക്കണോമിക്സിൽ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. സോ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചിട്ടും നമ്മൾ ട്രെൻഡിങ് ടോപ്പിക്സിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവാര്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പിയാര്? ഈ 2 ക്വസ്റ്റ്യനും PSC റീസെൻ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. പ്ലാനിങ്ങിൻ്റെ പിതാവ് ആരാണ്? പിതാവാണ് വിശ്വേശ്വരയ്യ. ശില്പി, ആർക്കിടെക്റ്റ് എന്ന് ചോദിച്ചാൽ അതാണ് ആര്? മെഹലനോബിസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഡീറ്റെയിലായിട്ട് പഠിക്കണം. ഓരോരോ വാക്കും മാറ്റി PSC ചോദ്യം ചോദിക്കുന്നുണ്ട്. നീതി ആയോഗിൻ്റെ ക്ലാസ് നമ്മൾ എക്കണോമിക്സിൻ്റെ ട്രെൻഡിങ്ങിൽ ചെയ്തിട്ടുണ്ട്. വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണത്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, കണ്ടിട്ടുള്ളവർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് വളരെയധികം റിലവൻ്റ് ആണ്. ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് ലക്ഷ്യങ്ങളൊക്കെ കൂടുതലും ചോദിക്കുന്നത്. അതുകൊണ്ട് കൂടുതലല്ല, ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ് ലക്ഷ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ. 1991 ന്യൂ എക്കണോമിക് റിഫോംസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. NCERTയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കേണ്ടത്. അതിൻ്റെയും ക്ലാസ് നമ്മൾ ട്രെൻഡിങ് ടോപ്പിക്സിൽ കവർ ചെയ്തിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ധനകാര്യ സ്ഥാപനങ്ങളിലോട്ട് നമ്മൾ വരുമ്പോൾ RBI ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. RBIൻ്റെ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. RBI സ്ഥാപിതമായിട്ടുള്ള വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബാങ്ക്സിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. അതിൽ നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇഷ്യൂ പിന്നെയും വരുന്നതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്, SBIക്കാണ്. നമ്മൾ നോർമലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആര്? എല്ലാത്തിൻ്റെ ആൻസർ RBI ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ 2017 മുതലാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആക്ട് ഒക്കെ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. വേൾഡ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞപ്പോൾ വിട്ടുപോയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ അവിടെ ആഡ് ചെയ്യാണ്. വേൾഡ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് അഫെയറുമായിട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററി ഓരോ ഓർഗനൈസേഷൻ്റെ അടുത്തിടെ നടന്നിട്ടുള്ള ഉച്ചകോടി അല്ലെങ്കിൽ സമ്മിറ്റ്, അതിൻ്റെ വേദിയൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ G20 വേദിയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ G7 ആയാലും ഓരോന്നിൻ്റെയും വേദി റീസെൻ്റ് ആയിട്ട്
ആയിട്ട് നടന്നിട്ടുള്ള വേദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം, ലോകത്തിലെ സുപ്രധാനമായിട്ട് നടക്കുന്ന ഇൻസിഡൻസ് ആണ് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റും റഷ്യ ഉക്രൈൻ യുദ്ധം. ഒരുപാട് യുദ്ധങ്ങൾ പാരലലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ 2 യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ 2 നാട്ടിൽ ഈ 2 രാജ്യങ്ങളിൽ ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത്, പ്രസിഡന്റ് ആയിരിക്കാം, പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, അവരുടെ പേര്, അവരേത് പാർട്ടിയെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഫാക്ട്സ് പഠിക്കുകയാണെങ്കിൽ അതും കറണ്ട് അഫെയറുമായിട്ട് ഉപകാരപ്പെടുന്ന ഫാക്ട്സ് ആണ്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് തിരിച്ചു വരാം. കാർഷിക വിളകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഖാരിഫ്, റാബി, സെയ്ദ്, ഈ 3 വിളകൾ നമുക്ക് ആകെ കൂടി പഠിക്കാനുള്ളൂ. കുറച്ച് വിളകളുടെ പേരും അതേതിലാണ് വരുന്നത്, ഇതിനെ ഏത് സമയത്താണ് വിതയ്ക്കുന്നത്, ഏത് സമയത്താണ് അത് വിളവെടുപ്പ് നടക്കുന്നതെന്ന് വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാർഷിക വിളകളെക്കുറിച്ച് പഠിക്കാനുള്ളൂ. അത് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹരിത വിപ്ലവം റീസെൻ്റ് ആയിട്ട് PSC വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷനാണ് ഹരിത വിപ്ലവം. ട്രെൻഡിങ് ടോപ്പിക്സിൽ നമ്മൾ ഹരിത വിപ്ലവവും നവസാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും ട്രാപ്പ് ഒളിഞ്ഞു കിടക്കുന്ന വിധത്തിലാണ് ഹരിത വിപ്ലവം ചോദിക്കുന്നത്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് തരികയാണ്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുകയാണെങ്കിൽ, അത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? നോർമൻ ബോർലോഗ് ആണ്. നോബൽ പ്രൈസ് വിന്നറൊക്കെയാണ് നോർമൻ ബോർലോഗ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ട്രാപ്പുകളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ. എന്നാൽ നമുക്ക് ഫാക്റ്റ് അറിയുകയാണെങ്കിൽ വളരെ സിമ്പിളുമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം റിലവൻ്റ് ആണ്, സിമ്പിളുമാണ്. 5 മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി. അപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ റീസെൻ്റ് ആയിട്ട് നമ്പറുകൾ വെച്ചിട്ട് PSC കുറേ കളി കളിക്കുന്നുണ്ട്. ഈ നിർമ്മാണ സമിതിയിൽ ഫോം ചെയ്യുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു, വിഭജനത്തിന് ശേഷം എത്ര പേരുണ്ട്, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികൾ എത്ര പേരാണ്, എത്ര വനിതകളാണ് ഉണ്ടായിരുന്നത്, കേരളത്തിൽ നിന്ന് എത്ര വ്യക്തികളാണ്, മീറ്റിംഗ് നടന്നത് എന്നാണ് എന്നുള്ള രീതിയിൽ നമ്പറുകൾ വെച്ച്, വർഷങ്ങളും പങ്കെടുത്ത പാർട്ടിസിപ്പൻസിൻ്റെ നമ്പറുകളും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് PSC റീസെൻ്റ്ലി 2024 ട്രെൻഡ് അനുസരിച്ച് ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ ക്ലാസ്സും ട്രെൻഡിങ് ടോപ്പിക്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. ഉപകാരപ്പെടും, കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആമുഖത്തിൽ പറയുന്നുള്ള ആശയങ്ങൾ, പൗരത്വം, മൗലികാവകാശങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം NCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കൺസെപ്റ്റാണ് ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത്. മറ്റേ നമ്മൾ ഒരു ആർട്ടിക്കിൾ ചുമ്മാ പഠിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ മൗലികാവകാശങ്ങൾ പൂർണ്ണമാണ്, എബ്സല്യൂട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. NCERT മലയാളം അവൈലബിൾ ആയതുകൊണ്ട്, സമഗ്രയിൽ മലയാളം അവൈലബിൾ ആയതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. സമഗ്രയിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് പല വീഡിയോസിലായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും ഒരു ഫോട്ടോ ആയിട്ട്, ഒരു ഇമേജ് ആയിട്ട് വളരെ കൃത്യമായിട്ട് NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇമേജ് വേണമെങ്കിൽ സൈഡിൽ ചേർക്കാം. ആ പോർഷനിൽ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ റീസെൻറ്റ് എക്സാമുകൾക്ക് ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഓരോ കോളമായിട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഫാക്ട്സ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, മൗലിക കടമകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതികൾ വളരെ കൃത്യമായിട്ട് വെറും 1, 2, 3, 4, 5, 6, 7 എണ്ണം വളരെ കൃത്യമായിട്ട് ഏതൊക്കെയാണ് ചോദിക്കുകയെന്ന് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിനപ്പുറത്തോട്ട് പോയാൽ മതി. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 42ഉം 44ഉം 73ഉം 74ഉം. 73ഉം 74ഉം അറിയാം, പഞ്ചായത്തി രാജ്, മുനിസിപ്പലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, നഗരപാലികയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ എടുത്തിവിടെ പറയുന്നുണ്ട്. പഞ്ചായത്തി രാജ് എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ക്ലാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കമ്മീഷനും, അത് വന്ന അശോക് മേത്ത കമ്മീഷൻ, ബൽവന്ത് റായ് കമ്മീഷൻ, ഓരോ കമ്മീഷനും അത് വന്ന വർഷവും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും പല രീതിയിലും ചോദിക്കുന്നുണ്ട്. പഞ്ചായത്തി രാജ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നമുക്ക്
യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ NCERTയിലത്തെ ഒരു ഇമേജ് നമ്മൾ ഏറ്റവും മിനിമം പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് എലിമിനേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി സയൻസിലോട്ട് വരാം. സോ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ തന്നെ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് 6 മാർക്ക് നോക്കിയിട്ട് പഠിക്കണം. 6 മാർക്കാണ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ 6 മാർക്ക് ഉള്ളത് കൊണ്ട് സയൻസിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട പോർഷനാണ് ബയോളജി. അവിടെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ജീവകങ്ങൾ, വൈറ്റമിൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. വൈറസ് പരത്തുന്നത് ഏതൊക്കെ രോഗങ്ങളാണ്, ബാക്ടീരിയ പരത്തുന്ന ഏതൊക്കെ രോഗങ്ങളാണ്, ഫംഗസ് പരത്തുന്ന ഏതാണ്, ഇതാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഇതന്നെ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് എലിപ്പനി. റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു ബാറ്റ് എടുത്ത് എലീനെ അടിക്കുന്നതായിട്ട് വല്ലതും സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ടീരിയ എലിപ്പനിയാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറേ കോഡുകൾ ഉണ്ടല്ലേ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് നമുക്ക് ബയോളജിയിലും കാണാൻ പറ്റും, കേരള അഡ്മിനിസ്ട്രേഷനിലും കാണാനായിട്ട് പറ്റും. അങ്ങനെ പലതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ സ്കീംസ് PSC ചോദിക്കാറുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബയോളജി എന്ന് പഠിക്കേണ്ടത്. ഇനി ഫിസിക്സ് നമുക്ക് 3 മാർക്ക്, പക്ഷേ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഫിസിക്സ് എന്നായാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. അതായത് എക്സാമ്പിൾ, നിത്യജീവിതത്തിലുള്ള എക്സാമ്പിൾ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചലന നിയമങ്ങൾ. ഓക്കെ, ചലന നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചലന നിയമങ്ങൾ 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം, ആകെ 3 എണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറണ്ട് അഫെയർ നമുക്ക് 20 മാർക്ക് ഉണ്ട് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തു നിന്ന് ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും മേജർ ആയിട്ടുള്ള നേട്ടങ്ങളുണ്ടല്ലോ, മംഗൾയാൻ, ഗഗൻയാൻ, ആസ്ട്രോസാറ്റ്, ഇതൊക്കെയാണ് ഏറ്റവും മിനിമം ആയിട്ട് പഠിക്കേണ്ടത്. ചന്ദ്രയാൻ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും റിലവൻ്റ് ആണ്. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 സക്സസ് ആയ സ്ഥിതിക്ക് 1 സക്സസ് ആയിരുന്നു, 2 മാത്രമാണ് ഫെയിലിയർ ആയിരുന്നത്. അപ്പോൾ 1, 2, 3 അതിനെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ വർഷങ്ങൾ, റേഞ്ചറിൻ്റെ പേര്, റോവറിൻ്റെ പേര് അടക്കമുള്ള ചന്ദ്രയാനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. അതുപോലെ തന്നെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങളിന് ഓരോരോ മിഷൻ്റെയും വെഹിക്കിൾ ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം അതും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 2023, 2024 നമ്മൾ ISROയുടെ സൈറ്റിൽ ഒരു ടൈം ലൈൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. സോ ഇവിടെ ISRO ടൈം ലൈന് ചുമ്മാ ഗൂഗിൾ ചെയ്താലും മതി. ഇവരുടെ 2024 കണ്ടോ, PSLV C58. ഈ വെഹിക്കിൾ നെയിം PSC ചോദിക്കാറുണ്ട്. നിങ്ങൾ എക്സാംസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ XPO സാറ്റ് മിഷൻ്റെ വെഹിക്കിൾ ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. C58 ആണ്. അപ്പോൾ ജാനുവരി 1-ാം തീയതി 2024 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 2023 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻ, അതിൻ്റെ വെഹിക്കിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്നതാണ്. കുറച്ചാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പഠിക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ആദിത്യ L1 ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആദിത്യ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദിത്യ L1 മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വെഹിക്കിളാണ്? PSLV C57 2023 സെപ്റ്റംബറിലാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഫാക്ട്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ലെങ്തിയോ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് സമയം എടുക്കുന്നത്. മുഴുവൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് നോക്കാനുള്ളത് പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ. അതിന് മുന്നേ R = 2F. ലെൻസ്, പ്രകാശത്തെ സംബന്ധിച്ച് ലെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് കൂടുതലും ചോദിക്കാറ്. അതുപോലെ തന്നെ R = 2F വളരെ സിമ്പിൾ
സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് LD ക്ലർക്ക് ലെവലിന് PSC ചോദിക്കാറ്. ഡിഗ്രി ലെവലാകുമ്പോൾ കുറച്ച് ഹൈ ലെവലുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. LD ക്ലർക്കിന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാറ്. ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സയൻസ് പഠിക്കുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവർ സയൻസിലെ ടേംസൊക്കെ, സയൻസ് മാത്സ് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരിക, ടേം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മലയാളം എന്താണ്, സംവഹനം, വികിരണം എന്നൊക്കെ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും. വളരെ നിസ്സാരമായിട്ട് തോന്നാം ഞാൻ പറയുമ്പോൾ, പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ചോദ്യം ഞാൻ കഴിഞ്ഞ എക്സാമിന് തെറ്റിച്ചിട്ടുള്ളതാണ്. ഇതിന് മുന്നത്തെ നടന്നിട്ടുള്ള മെയിൻ എക്സാമിന്, LD ക്ലർക്ക് മെയിൻ എക്സാമിന് സൗരവികിരണം എന്നൊരു വാക്ക് അറിയാത്തത് കൊണ്ട്, എനിക്കിപ്പോൾ അറിയാം, മലയാളം വേർഡുകൾ ഇപ്പോൾ അറിയാം, പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ ശ്രദ്ധിച്ച് പഠിക്കണം. സയൻസിനും മാത്സിനുമാണ്, എനിക്ക് മാത്സിന് പിന്നെയും അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. സയൻസിന് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർ അത് മനസ്സിലാക്കിയിട്ട് മലയാളം വാക്കുകൾ പരിചിതമല്ലാത്തവർ വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. റീസെൻ്റ് ആയിട്ട് എക്സാമുകൾക്ക് ഫിസിക്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന പോർഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ബലം, ഫോഴ്സ്, വിവിധ തരം ബലങ്ങൾ. എക്സാമ്പിൾ എടുത്തിട്ട് ഇത് ഏത് തരം ബലമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. വിവിധ തരം ബലങ്ങൾ, അത് ഏതൊക്കെയാണ് ബലങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുമാണ് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കെമിസ്ട്രിയിലോട്ട് വരാം. കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആറ്റത്തെക്കുറിച്ചിട്ട് ആറ്റോമിക സിദ്ധാന്തം ആരാണ് ഉണ്ടാക്കിയത്, വളരെ ബേസിക് ആയിട്ട് ആ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇനി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ തന്നെ. പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതിൽ ഓരോരോ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, എത്ര പീരിയഡ്സ് ഉണ്ട്, അത് ഓരോന്നിൻ്റെയും പ്രത്യേകത, ഓരോന്നിൻ്റെയും വേറെ പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ റീസെൻ്റ് ആയിട്ട് PH മൂല്യം PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ PH മൂല്യം എത്രയാണ്, അങ്ങനെ സിമ്പിളായിട്ട് ഇപ്പോൾ ബ്ലഡിൻ്റെ PH മൂല്യം എത്രയാണ്, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പഠിച്ചു വെച്ചാൽ PSC റീസെൻ്റ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി ജോഗ്രഫിയും 5 മാർക്ക് വളരെയധികം വാസ്റ്റാണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് നമ്മൾ ഒരുപാട് സമയം കളയാണ്ട് പഠിക്കേണ്ട, സെലക്റ്റീവായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് മെയിനായിട്ട്. കാരണം നമുക്ക് ഈ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററി പോലെ തന്നെ ജിയോഗ്രഫിയിലോട്ട് വരുമ്പോൾ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി അങ്ങനെ ഒരുപാട് സിലബസിൽ പറയുന്നത് കൊണ്ട് 5 മാർക്കും ഉള്ളൂ. സെലക്റ്റീവായിട്ട് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഭൂരൂപങ്ങൾ ഈ ജോഗ്രഫിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഭൂരൂപങ്ങൾ വളരെയധികം റിലവൻ്റ് ആണ്. NCERT എന്നുള്ള ഫാക്ട്സും PSC ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെ ക്ലാസ് സമയം പോലെ ചെയ്യാമെന്നാണ് വിശ്വസിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും തീർച്ചയായിട്ടും നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഭൂരൂപങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഭൂമിയുടെ ഘടന. നമുക്കറിയാം അകക്കാമ്പ്, പുറക്കാമ്പ്, മാൻറ്റിൽ, ഈ ഒരു പോർഷനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് PSC ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാപ്പുകളെ കുറിച്ചിട്ടും ടോപ്പോഗ്രാഫിക് മാപ്പുകളൊക്കെ കുറിച്ചിട്ട് PSC റീസെൻ്റ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇന്ത്യൻ ജിയോഗ്രഫിയിലോട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പോർഷനാണ് നദികൾ വളരെയധികം റിലവൻ്റ് ആണ്. ഹിമാലയൻ നദികൾ ഏതാണ്, സൗത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നുള്ളതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചുരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ചുരങ്ങൾ, ഉത്തരപർവ്വത മേഖലയിലുള്ള ചുരങ്ങൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഏത് മേഖലയിലാണ്, ഏത് രാജ്യവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള ഫാക്ട്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തര മഹാസമതലവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ ചോദിക്കുന്നതാണ് ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇവിടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അധികം ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഒരുമാതിരിയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൃഷി എന്നൊക്കെ PSC ഇപ്പോൾ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കൃഷി രീതി, ഇപ്പോൾ ഗോതമ്പ് കൃഷി ആയിരിക്കാം. SCERTയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗോതമ്പ് കൃഷി, നെൽകൃഷി, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഏതാണെന്നൊക്കെ SCERTയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഗോതമ്പ് കൃഷിക്കുള്ള നല്ല സാഹചര്യം ഏതാണ്, ഏത് മണ്ണാണ്, എത്ര ക്ലൈമറ്റ് ആണ്, എത്ര ഡിഗ്രി ആണെന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിക്കാറുണ്ട്. ഇനി
കേരളത്തിലോട്ട് വരുമ്പോൾ ഇതുപോലെ കേരളത്തിലെ നദികളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റാങ്ക് ഫയലിലൊക്കെ വളരെ വാരി വലിച്ച് കാണുന്നൊരു ടോപ്പിക്കാണ് കേരളം, ജില്ലകൾ, അതുപോലെ തന്നെ ഇന്ത്യയെ സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങുന്നവരൊക്കെ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യേണ്ട ഒരു പോർഷനാണ് ആ ഒരു പോർഷൻ. നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം അതിലൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു നദികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കേരളത്തിലെ നദികളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെയും ഊർജ്ജ സ്രോതസ്സുകളും റോഡ്, റെയിൽ ഗതാഗതം, കേരളത്തിലെ ചുരങ്ങൾ ഒക്കെയാണ് കേരള ജിയോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് കല, കായികം, സാഹിത്യം, സംസ്കാരം. ഇതും കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പോയിന്റ്സ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു 5 മാർക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പോർഷനിൽ നിന്ന് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കേരളത്തിൻ്റെ നേട്ടങ്ങളും ഇന്ത്യയുടെ നേട്ടങ്ങളുമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു പോർഷനാണ് ഈ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ സാഹിത്യത്തിലോട്ട് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവാർഡുകളൊക്കെ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികളൊക്കെ നമ്മൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോർഷൻസിനൊക്കെ കൂടുതലും കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാറ്. ഇപ്പോൾ എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബെന്യാമിൻ ആടുജീവിതമൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ബെന്യാമിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ പി വത്സല റീസെൻ്റായിട്ട് മരിച്ചു. അപ്പം പുള്ളിക്കാരത്തിയുടെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണ്, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്, അപ്പോൾ ആരൊക്കെയാണ് റീസെൻ്റായിട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ മരിച്ചുപോയവരാവാം, അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ ഫേമസ് ആയിട്ട് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഫേമസ് ആയിട്ടുള്ള കൃതികളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട സാഹിത്യത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് ഷുവർ ഷോട്ടായിട്ട് ലഭിക്കുന്ന ഒരു പോർഷനാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ. പിന്നെ ഇവിടെ റീസെൻ്റ്ലി ട്രെൻഡിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നൊരു പോർഷനാണ് മലയാള സിനിമയും ദേശീയ അവാർഡും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പോർഷനിൽ റീസെൻ്റ്ലി എക്സാമുകൾക്ക് ചോദിക്കുന്നുണ്ട്. വളരെ കുറച്ച് ഫാക്ട്സേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ മലയാള സിനിമയിൽ നിന്ന് വളരെ കുറച്ച് അവാർഡുകളാണ് ദേശീയ തലത്തിൽ കിട്ടിയിട്ടുള്ളൂ അല്ലേ. അപ്പം സംവിധായകരാരാണ്, ആദ്യം ലഭിച്ച സംവിധായകൻ ആരാണ്, ആദ്യം ലഭിച്ച നടൻ ഏതാണ്, നടി ഏതാണെന്നുള്ള ലെവലിൽ ഈ ഒരു പോർഷനിൽ നിന്ന് PSC ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. കമ്പ്യൂട്ടർ 3 മാർക്കാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്. ഇവിടെ ഇങ്ങനെ ലൈനൊക്കെ വളരെ കുറേ അധികമൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കുമെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. കുറേയൊക്കെ നമ്മളെ ഏറ്റവും സുപരിചിതമാണ്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ അറിയാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കിട്ടുകയാണെങ്കിൽ റാങ്ക് ഫയലിലെ കണ്ടന്റ് ആയാലും മതി. നല്ല റാങ്ക് ഫയൽ ആയിരിക്കണം. റാങ്ക് ഫയലിലെ കണ്ടന്റ് ആയാലും നമുക്ക് 3 മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. IT സിമ്പിളാണ് പഠിക്കുകയാണെങ്കിൽ. ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് പ്രൊസസ്സർ. ലാംഗ്വേജ് പ്രൊസസ്സറുകൾ നമുക്ക് 3 എണ്ണമാണ് അല്ലേ. അസംപ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ. ഇത് 3ഉം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ്. നമ്മൾ IT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സോഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ഞാൻ വീണ്ടും പറയുന്നത് അത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് ബ്രൗസറും സെർച്ച് എഞ്ചിനും. ബ്രൗസറുകൾ ഏതാണ്, സെർച്ച് എഞ്ചിൻ ഏതാണെന്നുള്ളത് PSC ചോദിക്കാറുണ്ട്. അതങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് PYQയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. LAN, WAN, MAN ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് ഡിവൈസ്. നെറ്റ്വർക്ക് ഡിവൈസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. IT അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേയും സ്വിച്ചും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് കൂടുതലും ചോദ്യം ചോദിക്കാറ്. നമ്മൾ ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾസ് ആൻഡ് പർപ്പസസ് എന്ന് വളരെ വൃത്തിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് എക്സാമ്പിൾസ് ചോദിക്കുന്നത്. ബ്രൗസർ ആയാലും സെർച്ച് എഞ്ചിൻ ആയാലും എക്സാമ്പിൾ ചോദിക്കുന്നത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇവിടെ നമുക്ക് IT ആക്ട് ഒക്കെ നമ്മൾ വളരെ കുറച്ച് സെക്ഷനാണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. അത് പഠിക്കുകയാണെങ്കിൽ 1 മാർക്ക് ഉറപ്പിക്കാവുന്നൊരു മേഖലയാണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. IT വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുള്ളൂ. പക്ഷേ പഠിക്കുകയാണെങ്കിൽ 3 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് IT എന്ന് പറയുന്നത്. സോ നമ്മൾ GK പോർഷൻ
ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആനുകാലിക വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് മാത്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇംഗ്ലീഷ് മലയാളമായിട്ട് വരുമ്പോൾ രണ്ടിൻ്റെ ആയാലും ഗ്രാമർ പോർഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാമർ പോർഷൻ, ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച്, ഇഫ് കണ്ടീഷൻ ഒക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് ഇപ്പോൾ വൊക്കാബുലറി ചിലപ്പോൾ എളുപ്പമുള്ളത് ചോദിക്കില്ല എന്നല്ല, PYQ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാണ്ട് ഇപ്പം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ആർക്കും കിട്ടാത്തൊരു വാക്ക് തരികയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലത്. വൊക്കാബുലറി SSC ലെവലിലുള്ള ചോദ്യങ്ങളും PSC റീസെൻ്റ്ലി ചോദിക്കുന്നത് കൊണ്ട് ഒരുപാട് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് ഗ്രാമർ പോർഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മലയാളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സജഷൻസും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനിയും വലിച്ചു നീട്ടിയ ഒരു വീഡിയോ, വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.